ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഞാൻ എൻ്റെ ഫാമിലിയുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ, അതായത് വെള്ളിയാഴ്ച കുട്ടൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ വർക്കിംഗ് ഡേ ആണല്ലോ, സ്കൂളിൽ ഉള്ളത് കൊണ്ട് തന്നെ കാര്യമായിട്ട് ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. നോർമലി കൊടുത്തു വിടുന്ന നമുക്ക് ചോറ്, തോരൻ അങ്ങനെയൊക്കെയാണ് കൊടുത്തു വിട്ടത്. അപ്പം കുട്ടൂൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മട്ടൻ ബിരിയാണി വേണമെന്ന്. അപ്പം ഞാൻ ഡിന്നറിന് മട്ടൻ ബിരിയാണി ആക്കാമെന്ന് വെച്ചു. അപ്പം വലിയ രാത്രിയല്ലേ, അധികം ആൾക്കാരൊന്നും കഴിക്കാനൊന്നുമില്ല, നമ്മളാരെയും വിളിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, ഒരു സെലിബ്രേഷൻ പോലെയൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈസി വേയിൽ ഒരു ബിരിയാണി തട്ടിക്കൂട്ടുമായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബിൽ തന്നെ മട്ടൻ ഹനീത്തിൻ്റെ ഒരു റെസിപ്പി കണ്ടു. അപ്പോൾ അതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല, വളരെ ഒരു 5-6 ഐറ്റം സ്പൈസസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഒരു വീഡിയോയും കൂടി എടുത്തതാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് പറയും നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ ഉള്ളത്. പിന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോർമലി നമ്മൾ ബിരിയാണിക്ക് എങ്ങനെയാണോ നമ്മൾ റെസിപ്പി എടുക്കുന്നത് അതേപോലെ തന്നെയാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയത്. കുറച്ചുകൂടി ബെറ്റർ നമ്മൾ ചെയ്യുന്ന ആ ഒരു വേയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. ഈ മട്ടൻ ഹനീത്തിൻ്റെ റെസിപ്പി വെച്ചിട്ട് ബിരിയാണി വയ്ക്കുമ്പോൾ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല. എന്നാൽ കൊള്ളത്തില്ലെന്നും അല്ല, കൊള്ളാം, നമുക്ക് കഴിക്കാൻ നമുക്കൊരു ടേസ്റ്റൊക്കെ തോന്നും. കൊള്ളാം, ഒരു ഓക്കെ ആണ്, ഒരു ആവറേജ് ടേസ്റ്റ്. പക്ഷേ ബെറ്റർ നമ്മൾ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന റെസിപ്പി തന്നെയാണ്. എങ്കിലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. പിന്നെ ഈ ബിരിയാണിയിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കൈമ റൈസാണ്. അപ്പം മട്ടൺ ഹനീറിൽ യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസാണ്. അപ്പം അങ്ങനെയൊക്കെ കുറേ ഡിഫറൻസ് ഉണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ആ ഒരു റെസിപ്പി ഒന്ന് തട്ടിക്കൂട്ടിയതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും കണ്ടിട്ട് വായോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബാ. കൊച്ചും കൂട്ടും വന്നിട്ട് ഓടി അങ്ങ് പോയി. ബാ. ഓ, ഞങ്ങളിവിടെ പഴുത്ത ചക്ക ഷേക്ക് അടിച്ചതേ, കണ്ടില്ലേ രണ്ടുപേരും. മീശ വന്ന് ഞങ്ങൾക്ക് മീശ വന്ന്. അപ്പം പറ, ബൈ പറ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈ, അങ്ങനെ അതേ ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നെനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുട്ടുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം രാത്രിയാണ്, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അതേ ഞാൻ എടുക്കുന്നത് ചെറിയ ജീരകം, കുരുമുളക്, ഏലക്കായ, ഗ്രാമ്പു. ഇതൊക്കെ നമ്മൾ മട്ടൺ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് എടുക്കുക. അപ്പം ഞാൻ ഇത് 4ഉം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണൊക്കെയാണ് ഞാൻ ഇടുന്നത്. ഓരോരുത്തരുടെയും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്, എനിക്കങ്ങനെ കറക്റ്റ് ക്വാണ്ടിറ്റി പറയാൻ അറിയില്ല, എനിക്കെല്ലാം ഒരു കൈക്കണക്കാണ്. അപ്പം നിങ്ങളുടെ അളവനുസരിച്ചിട്ട് നിങ്ങളും എടുക്കുക. ഓക്കെ, ഞാനിത് ഇത്രയും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. വേറെ സ്പൈസസോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മട്ടൻ ഹനീത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്. അപ്പം ഞാൻ ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, എന്നാൽ നമുക്കൊരു ആഗ്രഹത്തിന് കഴിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പി എടുത്തത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ആ ഒരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ആ ഒരു ടൈമിൽ നമ്മൾ എടുക്കുക. അതിൻ്റെ ചൂടൊന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് അരച്ചെടുക്കണം. എനിക്ക് പിന്നെ മാജിക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഈ പൗഡർക്ക് ജാറിലോട്ട് ഇട്ടിട്ട് ഇത് ഇങ്ങനെ കൈ കാണിക്കുമ്പോഴത്തേക്ക് ഫൈൻ പൗഡറായിട്ട് വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാൻ മട്ടൺ എടുത്തു. മട്ടണിലേക്ക് നമ്മുടെ ഈ പൊടിച്ച് വെച്ച സ്പൈസസ് ഒക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ കൈ വെച്ച് അങ്ങോട്ട് തിരുമണം. സ്പൂണൊന്നും കൊണ്ട് തിരുമ്മി അതിൻ്റെ ഒരു സുഖം കിട്ടത്തില്ല. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് എടുക്കണം. ഈ സ്പൈസസ് ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഈ വിനാഗിരി ഒഴിക്കുന്നത് അപ്പോൾ നമ്മളെ മട്ടൺ നല്ലപോലെ സോഫ്റ്റായിട്ട് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അത് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരിയും കൂടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ അന്നേരം ബട്ടർ ഇല്ലായിരുന്നു.
ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തട്ടിക്കൂട്ടിയതാണേ. അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പം വെളിച്ചെണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത്രയും വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമായി പോകരുത്, എന്നാൽ വെള്ളം ഒട്ടും ഇല്ലാണ്ടും വരരുത്. നമുക്ക് കുറച്ച് സ്റ്റോക്ക് വേണം, ഈ മട്ടൻ വേവുന്നതിൻ്റെ സ്റ്റോക്ക് കുറച്ച് വേണം. അപ്പം ഞാൻ ദേ മട്ടനൊക്കെ വെച്ച് എൻ്റെ മട്ടൻ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് മട്ടൻ മാറ്റി വെക്കുകയാണ്. മട്ടൻ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് സ്റ്റോക്ക് അങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം ഈ സ്റ്റോക്ക് വെച്ചിട്ട് നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പം ഈ ഒരു മട്ടൻ്റെ ടേസ്റ്റ് ഫുൾ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്ത് റൈസിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മട്ടൻ്റെ സ്റ്റോക്ക് എടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടുവും കൊച്ചും വന്ന് മണം പിടിച്ച് കൊതി പിടിച്ച് പിന്നെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കി പിന്നെ അവിടേക്കിന്ന് ജ്യൂസൊക്കെ കട്ട് കുടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഇതാണ് എനിക്ക് ഇത്രയും സ്റ്റോക്കാണ് മട്ടണിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഞാൻ റൈസ് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. പാൻ വെച്ചു, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ല, അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 2-3 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പു ഇത്രയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ഞാൻ വേണ്ട വെജിറ്റബിൾസ് എല്ലാം നേരത്തെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം, എങ്കിലും നമുക്കത് പെട്ടെന്ന് കിട്ടും. അപ്പം ഈ സവാള, ടൊമാറ്റോ, ക്യാപ്സിക്കം ഇത്രയാണ് വേണ്ടത്. അപ്പം ഞാൻ ആദ്യം സവാള ഇട്ടു, കാരണം നമുക്ക് സവാള ആണല്ലോ വഴണ്ട് വരാൻ കുറച്ച് പാട്. അപ്പം ആദ്യം ഞാൻ സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് അതാദ്യം വഴറ്റുന്നുണ്ട്. കാരണം സവാള നല്ല പോലെ വഴണ്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂ. കാരണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഈ സവാള ഇങ്ങനെ കടിച്ച എനിക്ക് എന്തോ അത്ര ഇഷ്ടമല്ല. അപ്പം ഞാനതുകൊണ്ട് സവാള നല്ല പോലെ വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് നേരത്തെ തന്നെ സവാള ഇട്ട് ഉപ്പും ഇട്ട് വഴറ്റുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് അത് വഴണ്ട് വരുന്ന ടൈം കൊണ്ട് ഞാനവിടെ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ഈസിയാണ് നമുക്കിത്. ഈ ഒരു 2 സ്റ്റെപ്പ്, മട്ടൺ കുക്ക് ചെയ്യുന്നതും റൈസ് കുക്ക് ചെയ്യുന്ന 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞു. മട്ടൺ വേവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്കത് വഴണ്ട് കിട്ടുന്ന സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം. സംഭവം ഈസിയാണ് ഗൈസ്. പെട്ടെന്ന് രാത്രിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തട്ടിക്കൂട്ടാവുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതേ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഇനി ടൊമാറ്റോയും ക്യാപ്സിക്കമാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ ഗ്രീൻ കളറിലെ ക്യാപ്സിക്കം മാത്രമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ കളറുണ്ടോ ആ കളറെല്ലാം ഇടാം. ക്യാപ്സിക്കം ഇടുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഞാനത്ര കുക്കിങ്ങിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ ഓരോ ഐറ്റംസായിട്ട്. അപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, ക്യാപ്സിക്കം ഇടുമ്പോൾ നല്ലൊരു മണവും രുചിയൊക്കെ ഉള്ളതാണത്. അപ്പം ഈ ടൊമാറ്റോ ഇനിയും ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ കുറച്ചും കൂടി കട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുട്ട് വന്ന് കട്ട് തിന്നായിരുന്നു ടൊമാറ്റോ, അതുകൊണ്ടാണ് അത് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് വഴറ്റുന്നുണ്ട്. നല്ലപോലെ കുറച്ച് നേരം അടച്ച് വെച്ച് കഴിയുമ്പോൾ അതങ്ങ് വഴണ്ട് വന്നോളും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ അതും ചെയ്യാം. നമുക്ക് ഈ വീഡിയോ ഒന്നും എടുത്ത് അധികം ശീലമില്ലല്ലോ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത് കാരണം എനിക്ക് ക്യാമറ എങ്ങനെയൊക്കെ വെക്കണം, ഏതൊക്കെ പൊസിഷനിൽ വെക്കണം എന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം ക്യാമറ വെച്ചിരിക്കുന്നതിലോ അല്ലെങ്കിൽ ഞാൻ റെസിപ്പി പറയുന്നതിലോ ഒക്കെ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഞാനത് ബെറ്റർ ആക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോയും ക്യാപ്സിക്കവും ഒക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഉണക്കനാരങ്ങയൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കുത്തിപ്പൊട്ടിക്കുക എന്ന് വെച്ചാൽ അതിനകത്ത് ചെറിയൊരു ഹോളൊക്കെ ഇട്ടിട്ട് കത്തി വെച്ചിട്ട് ചെറിയൊരു ഹോളൊക്കെ ഇട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ എനിക്കറിയാം, എല്ലാവർക്കും അറിയാമെന്ന്. പക്ഷേ ഞാനിതൊക്കെ കുറച്ച് നാൾ കൊണ്ടാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഇട്ടാൽ, ഉണക്കനാരങ്ങയൊക്കെ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം.
അപ്പോൾ ദേ ഞാൻ ആ മട്ടൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം ഞാൻ കൈമ റൈസാണ് യൂസ് ചെയ്യുന്നത്. ഈ മട്ടൻ ഹനീത്തിന് ഏറ്റവും ബെറ്റർ നമ്മുടെ ബസുമതി റൈസാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ബസുമതി റൈസ് ഇല്ല, ഞാൻ ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടിയതാണേ. അപ്പം ഞാൻ മൊത്തം 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഞാൻ 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുത്തത്. മട്ടൻ്റെ സ്റ്റോക്ക് എനിക്ക് 1 ഗ്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഗ്ലാസ് വെച്ചിട്ട് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ടു, നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഗുളുഗുള് തിളപ്പിക്കുക. ഞാനപ്പോൾ ഇത് തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വൈകിട്ട് കുട്ടുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. കേക്ക് ഓൾറെഡി ചെറുതൊരെണ്ണം മേടിച്ച് മുറിച്ചു. അതല്ല, ഇത് എനിക്കൊരാഗ്രഹം കൊണ്ട് ഞാൻ യൂട്യൂബ് വീഡിയോയിൽ കണ്ടപ്പം ഉണ്ടാക്കിയതാണ്. ചോക്കോ ലാവ കേക്കാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ചോക്ലേറ്റ് കേക്കായിപ്പോയി, നോർമൽ ചോക്ലേറ്റ് കേക്കായിപ്പോയി. അപ്പോൾ നിങ്ങളത് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടു കാണുമല്ലോ ഞാൻ ആ കേക്ക് എടുക്കുന്നത്. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയേ. ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വെള്ളം ഗുളുഗുളാന്ന് തിളച്ച് വന്നപ്പം ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈമ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തു. പിന്നെ ഞാനത് അടച്ചു വെച്ചു. പിന്നെ ഞാൻ കുറേ നേരം ഫോണും കൊണ്ടിരുന്ന് മൊണായിട്ടടിച്ച് വീഡിയോ ഒക്കെ കണ്ട് ഗൈസ്. കാരണം ഇത് കുക്കായി കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. ആ സമയം കൊണ്ട് പാത്രമൊക്കെ കഴുകി എല്ലാ ജോലിയും കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താ, വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മൊണായിട്ടടിച്ചിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാം. ഇതൊരു സുഖമാണല്ലോ. ഇപ്പോൾ ഭയങ്കര അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ ചോറ് ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വെന്തു, ഒരു പകുതി വേവായി. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ അതിനകത്ത് കുറച്ചും കൂടി വെള്ളമൊക്കെ ഉണ്ട്, ഒന്നും കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തട്ടിപ്പൊത്തി നിരത്തി അങ്ങോട്ട് വെക്കാം, അങ്ങോട്ട് ഇരിക്കട്ടെ, ഒന്നും കൂടി ഒന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് വീണ്ടും ഒരു 10 തോണ്ടാം ഫോണിൽ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അടച്ചു വെച്ചിട്ട് വീണ്ടും പോയിരുന്നൊരു 10 തോണ്ടി ഗൈസ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നു. ഞാനവിടെ സാലഡിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും കുക്കുംബറും കട്ട് ചെയ്ത് വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറ് കുക്കായിട്ടുണ്ട്. ചോറ് നല്ല പോലെ കുക്കായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ ഓവർ കുക്കായി പോകും. അപ്പം നമുക്ക് ജസ്റ്റ് അടുപ്പിൽ നിന്ന് അത് മാറ്റിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചാൽ തന്നെ ആവശ്യത്തിനുള്ള കുക്കായി കിട്ടും. അപ്പം ഞാൻ അങ്ങനെ അത് മാറ്റുന്നുണ്ട്. സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ഞാനത് അടച്ച് വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം വേവിച്ച് വെച്ച മട്ടൻ ഉണ്ടല്ലോ, ഈ വേവിച്ച് വെച്ച മട്ടൻ നിങ്ങളിങ്ങനെ വേവിച്ചിട്ട് മാറ്റി വെക്കുമ്പോൾ പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും എടുത്ത് ഒളിപ്പിച്ച് വെക്കണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ പിന്നെ നമുക്കിത് ചെയ്യാനായിട്ട് കിട്ടത്തില്ലേ. ഞാനിത് വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മട്ടൻ നോക്കിയപ്പോൾ പകുതി തീർന്നു ഗൈസ്. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം എന്ന് വിചാരിച്ചിട്ട് മട്ടൻ എടുത്തു. ഞാൻ ആദ്യം സ്പൈസസ് വറുത്ത ചെറിയ ചട്ടി തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ രാത്രി എല്ലാം കൂടി ഒന്നും അരി ഇട്ടാൽ പിന്നെ നമ്മൾ തന്നെ കഴിയണമല്ലോ, ഇതിനെ വെറുതെ റിസ്ക് എടുക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ അത് തന്നെ എടുത്ത് ഇച്ചിരിയുള്ളതിനകത്ത് മട്ടൻ ഇട്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ടോപ്പൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. ഞാനെല്ലാം നമ്മൾ മട്ടൻ വെച്ചിരുന്ന പാത്രവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് തന്നെയാണ് എടുത്തിട്ട് അടച്ചതൊക്കെ. നിങ്ങൾ ചെയ്യുമ്പം നല്ല നീറ്റായിട്ട് ചെയ്യൂ ഗൈസ്. ഞാനുള്ളതുപോലെയൊക്കെ ചെയ്തു. പിന്നെ രാത്രിയില്ലേ, എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത പണിയൊക്കെ രാത്രി വലിച്ച് വെക്കുന്നത്? ഉള്ളതുകൊണ്ട് പിള്ളേരുടെ ആഗ്രഹത്തിന് നമ്മളൊരു ബിരിയാണി തട്ടിക്കൂട്ടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിതേ ഞാനിതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുവാണ്. ഇതും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല. നമുക്ക് ഈ സാലഡും കൂടി തട്ടിക്കൂട്ടിയാൽ മതി. അപ്പം സാലഡിനുള്ള കുക്കുംബറും ക്യാരറ്റും ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ ഇതിനകത്ത് ടൊമാറ്റോയോ അല്ലെങ്കിൽ സവാളയോ അങ്ങനെയൊന്നും ഇടുന്നില്ല. കാരണം സവാളയൊക്കെ കുട്ടൂന് അധികം ഇഷ്ടമല്ല. അപ്പം ഞാൻ കുക്കുംബറും ക്യാരറ്റും മാത്രമാണ് ഇടുന്നത്. അപ്പം ഞാൻ തൈര് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടു ഇങ്ങനെ വന്ന് നിന്നിട്ട് എനിക്ക് ഇച്ചിരി തൈര് തരുമോ. കുട്ടൂന് വലിയ ഇഷ്ടമാണ് തൈര്.
അപ്പം ഇടയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് തൈര് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇച്ചിരി വെച്ച് കൊടുത്തു. പക്ഷേ അവൻ അതുകൊണ്ട് തൃപ്തിയായില്ല ഗൈസ്. അവൻ കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ? തിരിച്ച് വന്നിട്ട് അതിൽ നിന്ന് തന്നെ കൈയിട്ടെടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവൻ. പിള്ളേരൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെയാണല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ അടുത്ത് വാവെക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു രസമാണല്ലോ നമുക്ക്. അവരുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ടൈം പോകുന്ന അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും സ്കൂളിൽ പോകുമ്പം അയ്യോ ഞാൻ ബോറടിച്ച് ചാവും ഇവിടെ ഇരുന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ക്യാരറ്റൊക്കെ തെറിച്ചൊക്കെ പോകുന്നുണ്ട്. അതെൻ്റെ വയറ്റിലോട്ടാണ് ഗീസ് പോകുന്നത്. എന്ത് ഇങ്ങനെ തെറിച്ച് അപ്പം എൻ്റെ വയലിലോട്ട് പോകും. അങ്ങനെ ഞാൻ അതിനകത്ത് സാലഡിൽ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മട്ടൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ ആയി വന്ന മട്ടനിൽ കൊതി പിടിച്ച് നമ്മുടെ കുട്ടു അവിടെ ക്യാമറയിലൊക്കെ നോക്കി എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാനപ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചോറുണ്ടല്ലോ, ചോറെടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ അതിലേക്ക് മട്ടൻ തട്ടുവാണ്. മട്ടൻ തട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ മട്ടൻ്റെ പെപ്പർ പൗഡറിൻ്റെയൊക്കെ സ്മെല്ല് അതിലോട്ടൊന്ന് ഇറങ്ങുമ്പം കുറച്ചൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വായിൽ വെള്ളം നിൽക്കത്തില്ല ഓഫ് കോഴ്സ്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കൊച്ചും കൂട്ടുമൊക്കെ ഓടി വന്നു മണം അടിച്ചിട്ട്. അങ്ങനെ ഞാൻ മട്ടനൊക്കെ എടുത്ത് വെച്ചു. ചോറൊക്കെ വിളമ്പി അവർക്ക് 2 പേർക്കും എടുത്ത് ഞങ്ങളിത് കഴിക്കാനായിട്ട് പോവാണ്. ടാറ്റാ.